ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഇന്നൊരു ഞെർലടയാണ് കേട്ടോ കാണിക്കുന്നത്. വയനാടൻ സ്പെഷ്യൽ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് പഴം, അരിപ്പൊടി, തേങ്ങ, ശർക്കര, ചെറിയ ജീരകം, ഏലം, ഉപ്പുമാണ് കേട്ടോ. പിന്നെ ഇത് പരത്തുന്നത് കറുപ്പേൻ്റെ ഇലയിലാണ് കേട്ടോ. ഞാനൊരു ബൗളെടുത്ത് പഴമൊക്കെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ആദ്യം ബാറ്റർ റെഡിയാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതിന് ഏകദേശം 1 കിലോൻ്റെ മേലെ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനൊരു തവി വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ ഇടാത്തതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചതും ഏലക്കായ പൊടിച്ചതും ചേർക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ ഇട്ടാൽ ഇത് വെള്ളം പോലെ ഇരിക്കും. അങ്ങനെയല്ല ബാറ്റർ വേണ്ടത്, കുറച്ച് കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ശർക്കര മെൽറ്റ് ചെയ്തതും പഴത്തിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. വേറെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്തുണ്ട് ശർക്കര. ഇതും ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇത് അധികം ബാറ്റർ ലൂസാവാനും പാടില്ല, തിക്കാവാനും പാടില്ല. ഏകദേശം ഒരളവിനാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. തേങ്ങയ്ക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും ഇതിൽ മിക്സ് ചെയ്യാം. ഇപ്പം ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ അളവിനാണ്, ഇതേ ഇതിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഇനി നമ്മൾ ഇത് ഇലയിൽ പരത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ കറുപ്പേൻ്റെ ഇല. ഇത് ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചതാണ്. ഇനി ഇതിൽ നൈസായിട്ട് പരത്തിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ചുണ്ട്, ഇത് മൊത്തം പരത്തിയെടുക്കുക. എന്നിട്ടിത് ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. അതുകൊണ്ട് വലിയ കേടൊന്നും ഉണ്ടാവില്ല. എണ്ണയിൽ പൊരിച്ച സ്നാക്സ് ഒന്നുമല്ല കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ വയനാടിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ ഇതെല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ വേവിക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടായതുകൊണ്ട് പൊളിച്ച് കാണിച്ചു തരാൻ കഴിയുന്നില്ല. എന്നാലും ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. താങ്ക് യു ഫോർ വാച്ചിങ്.